ആനയെ പേടിക്കണം. ആന എപ്പോൾ എവിടെ കയറി വരുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. കണ്ടുകണ്ടങ്ങിരിക്കെ നിയമസഭയിലും കയറി വന്നു ആന. പ്രൊഫസർ ജയരാജും PC ജോർജും ആനയുടെ ജീവിതത്തെ ചർച്ചയിലേക്ക് എടുത്തിട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നമ്മുടെ നാട്ടിലെ നാട്ടാനകളുടെ എണ്ണം പക്ഷേ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇരുമ്പ് ചങ്ങലകൾ ആനകളുടെ ജീവന് വലിയ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാർ, അതോടൊപ്പം തന്നെയാണ് ഈ നാട്ടാനകളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് നേരിട്ട് കടക്കുന്നത്. സത്യത്തിൽ ഇന്ന് നാട്ടാനകളുടെ പരിശീലകന്മാരായുള്ള ആനപ്പാപ്പാന്മാർക്ക് യാതൊരു പരിശീലനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1-2 ദിവസം മാത്രം കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു വന്യമൃഗമായ ആനയെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ആനയുടെ ജീവന് മാത്രമല്ല ആനക്കാരൻ്റെയും ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടുമുണ്ട്. കാരണം അങ്ങക്കറിയാം, ഈ ആയുർവേദത്തിൽ ആനയ്ക്ക് പ്രത്യേകമായ ചില നിബന്ധനകൾ ആനയെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പാപ്പാന്മാരെ പരിശീലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ്, ഒരു സ്കൂള് ആരംഭിക്കണമെന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ള കാര്യം. മാത്രമല്ല സാർ, ആന വളരെ സത്യമുള്ള ഒരു ജീവിയാണ്. ആന മുന്നറിയിപ്പില്ലാതെ ആരെയും ഉപദ്രവിക്കാറില്ല. പക്ഷേ ആനയുടെ മർമ്മങ്ങൾ അറിയാൻ വയ്യാത്ത ആളുകൾ പലപ്പോഴും ഇടപെടുമ്പോഴാണ് ആന പലപ്പോഴും അതിൻ്റെ വന്യ സ്വഭാവം പലപ്പോഴും കാണിക്കാറുള്ളത്. ആനയെക്കുറിച്ച് പറയുന്നത് തന്നെ, ആന അതിൻ്റെ ഒരു ചട്ടക്കാരൻ, പാപ്പാൻ എന്ന് പറയുന്ന ചട്ടക്കാരനെ തിരിച്ചറിയാൻ കഴിയുന്നത് അതിൻ്റെ ഗന്ധം കൊണ്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ ശബ്ദം കൊണ്ടുമൊക്കെയാണ് തിരിച്ചറിയുന്നത്. ഒരാന അതിൻ്റെ ചട്ടക്കാരനെ 5 വർഷം വരെ അതിൻ്റെ ഗന്ധം തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഈ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്, ഈ എന്തുകൊണ്ടാണ് നിയമസഭകളും പാർലമെന്റും ഒക്കെ 5 വർഷമായിട്ട് അതിൻ്റെ കാലാവധി ഒതുക്കിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യമാണ് അതിൻ്റെ പിന്നിൽ. കാരണം ഈ ആളുകളുമായുള്ള ഗന്ധം 5 വർഷം വരെയാണ് സാധാരണഗതിയിൽ നിലനിൽക്കാൻ ഇടപെടാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം ഇതിന്റെ കാലാവധി 5 വർഷമായി ചുരുക്കിയത്. ആനശാസ്ത്രമാണ് സാർ, മാതംഗ ലീല എന്ന് പറയും. വലിയൊരു സ്ലോ ആണ് സാർ, അനേക ശ്ലോകങ്ങളുണ്ട് മാതംഗ ലീല. ഈ ആനശാസ്ത്രത്തിലുള്ളതാണ് സാർ. അങ്ങനെയാണെങ്കിൽ 5 വർഷം ഈ ഗന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആന ഉപദ്രവിക്കാൻ ആനയ്ക്ക് അറിയാം, മർമ്മം അറിയാം സാർ. അതിന്റെ പേരിലാണ് നമ്മുടെ നിയമസഭയൊക്കെ ഇങ്ങനെ ആയതെങ്കിൽ വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ് MLA ആകുന്നവർ അപ്പൊ ആനയുടെ ഈ ഗന്ധം നിലനിർത്തുന്നവരാണ് എന്നെനിക്ക് സംശയം. സ്വയം ഒരു ആനയാണെന്ന് PC ജോർജ് സമ്മതിക്കുമ്പോൾ മറ്റംഗങ്ങൾ പേടിക്കണം. എപ്പോഴാണ് എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.